സഭയിൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. ശ്രീ നജീബ് കാന്തപുരം. സർ, ഇംഗ്ലീഷ് ഭാഷാധ്യാപകരുടെ PSC നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഭാഷാധ്യാപകർ മറ്റു പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. ശ്രീ നജീബ് കാന്തപുരം. സർ, ഇംഗ്ലീഷ് ഭാഷാധ്യാപകരുടെ PSC നിയമനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഭാഷാധ്യാപകരുടെ നിയമനം നടക്കാത്തതിനാൽ നമ്മുടെ സ്കൂളുകളിൽ പലപ്പോഴും മറ്റു വിഷയങ്ങളിലെ അധ്യാപകർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സാഹചര്യമാണുള്ളത്. ഇത് നമ്മുടെ കുട്ടികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള പ്രാവീണ്യത്തെ തന്നെ വളരെ PSC അംഗത്വത്തിന് കോഴ നൽകിയതുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ് ഷംസുദ്ദീൻ MLA. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത്. നമുക്ക് എന്താണ് ഷംസുദ്ദീൻ പറഞ്ഞത് എന്നത് കൂടി ഒന്ന് കേട്ടുവരാം. അല്പസമയം മുമ്പാണ് PSC അംഗത്വത്തിന് വേണ്ടി 22 ലക്ഷം രൂപ CPM-ലെ ഒരു യുവ നേതാവിന് കോഴ കൊടുത്തുവെന്നും റിയാസിന്റെ പേര് ദുരുപയോഗം ചെയ്തു എന്നതുമുള്ള ഒരു പരാതി CPM-ന് ലഭിക്കുന്നത്. ആ പരാതി പാർട്ടി പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ സഭയിൽ വിഷയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഷംസുദ്ദീൻ MLA. സർ, ഇന്ന് ഏറ്റവും വലിയൊരു വാർത്ത, ഒരു PSC അംഗമാകുന്നതിന് ഒരു ഭരണകക്ഷി നേതാവ് 60 ലക്ഷം രൂപ കോഴ ചോദിച്ചു എന്നും അതിൽ 22 ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ. ഇതിനു മുമ്പും PSC അംഗമാകുന്നതിന് ഇങ്ങനെ പണം കൈക്കൂലി കൊടുക്കുന്ന ഒരു വാർത്തകൾ വന്നിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ ഈ ജോലിയും കാത്ത് പ്രതീക്ഷിച്ചിരിക്കുന്ന ധാരാളം ചെറുപ്പക്കാരുൾപ്പെടെ എല്ലാവർക്കും വലിയ പ്രയാസം ഉണ്ടാക്കുന്ന സംഗതിയാണ്. ഇപ്പൊ കോഴിക്കോട്ട് നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ എന്ത് നടപടി എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്? സർ, നമ്മുടെ കേരളത്തിലെ PSC എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ രീതിയിൽ കാര്യങ്ങൾ ഭരണഘടന ചുമതലപ്പെടുത്തിയതിനനുസരിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏജൻസിയാണ്. ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ ഭരണഘടനാ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ശ്രമങ്ങൾ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. നിർഭാഗ്യകരമായൊരു വശമാണത്. അത് സാധാരണഗതിയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ പലപ്പോഴായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇവിടെ PSC അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതോ അവരെ നിയമിക്കുന്നതോ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഭാഗമായിട്ടാണ് എന്ന് ആർക്കും പറയാൻ കഴിയും തന്നെ. അതുകൊണ്ട് തന്നെ PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല. മറ്റു പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയുള്ള തട്ടിപ്പുകൾ നാട്ടിൽ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായുള്ള നടപടികൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്ന് തന്നെയാണ് അതിൽ കാണേണ്ടത്. ശ്രീ നജീബ് കാന്തപുരം. PSC അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കോഴ വിഷയം സഭയിൽ ഉന്നയിച്ചിരിക്കുന്നു. ആ വാർത്ത നിഷേധിക്കാതെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ നടപടികളും ഉണ്ടാകും എന്നതാണ് മുഖ്യമന്ത്രി നൽകുന്ന വിശദീകരണം. ആ വാർത്ത നിഷേധിച്ചിട്ടില്ല. കോഴ വാർത്ത നിഷേധിക്കാതെയാണ് മുഖ്യമന്ത്രി സഭയിൽ ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ കോഴ വാങ്ങിയോ അഴിമതി നടത്തിയോ ഒന്നും അല്ല PSC അംഗങ്ങളെ നിയമിക്കുന്നത് എന്നും മുഖ്യമന്ത്രി സഭയിൽ പറയുന്നു. സഭയിൽ ഷംസുദ്ദീൻ MLA ആണ് ഈ വിഷയം ഉന്നയിച്ചത്. ആ വിഷയത്തിനുള്ള മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്. കോഴ വാർത്ത തള്ളാതെ മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല തരത്തിലും PSC അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനമായ PSC-യിലേക്കുള്ള നിയമനം നടത്തുന്നത് അഴിമതി വഴിയല്ല എന്നതാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറയുന്നത്. പക്ഷേ അപ്പോഴും കോഴ വിവാദത്തിൽ ആ വാർത്ത തള്ളാതെയാണ് മുഖ്യമന്ത്രി സഭയിൽ പ്രതികരിച്ചിരിക്കുന്നത്.